ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു സമാധാനം കിട്ടും. എനിക്ക് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് ഹാഫ് സാരി കൊടുത്താണ് പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും ഒരേപോലത്തെ ഹാഫ് സാരി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ വീടിൻ്റെ അടുത്തുനിന്ന് വൈറ്റിലേക്ക് ബസ് കയറിയിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റിലേന്ന് ചെന്നിട്ടാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ്സാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അത് 11:50 എടുക്കത്തുള്ളൂ. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം 11:50 എടുക്കത്തുള്ളൂ. അപ്പോൾ നേരെ ആ ബസ് പിടിച്ചിട്ട് നമ്മൾ അടുത്ത്, അതായത് ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് കുറച്ച് ഓട്ടോ പിടിച്ചിട്ട് പോകേണ്ട ദൂരം കൂടിയുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഓട്ടോ പിടിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെ, എൻ്റെ അച്ഛനവിടെ നിൽപ്പുണ്ട്. എൻ്റെ അച്ഛനാണത്. അപ്പോൾ ഞങ്ങൾ അച്ഛനെ കാണാനും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. വേറൊന്നുമല്ല, നമ്മൾ അമ്പലത്തിലെ പരിപാടിയാണ്. അതായത് അമ്പലത്തിൽ ഈ സപ്താഹ ആചാര്യനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യണം എൻ്റെ അച്ഛൻ. അപ്പോൾ ഈ സപ്താഹത്തിന് പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സമാധാനമാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാനായിട്ട്. അങ്ങനെ അതിന് വേണ്ടി വന്നതാണ്. പിന്നെ നമുക്ക് വേറൊരു ചടങ്ങ് കൂടിയുണ്ട് ഇന്ന്. അവിടെ പ്രധാനമായിട്ട് ഉണ്ണിയൂട്ടുണ്ട്. ഉണ്ണിയൂട്ടിനാണ് ഞാൻ പ്രധാനമായിട്ട് വന്നത്. ഞാൻ എൻ്റെ കുഞ്ഞിലെയൊക്കെ കുറേ വട്ടം ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോൾക്ക് അത് ചെയ്തു കൊടുക്കാനായിട്ട് കിട്ടിയ ഭാഗ്യം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വരണമെന്നും ഇങ്ങനെ പങ്കെടുക്കണമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ നേരെ വന്നതാണ്. അപ്പോൾ ഇന്ന് ഉണ്ണിയൂട്ടാണ്. അപ്പോൾ ഉണ്ണിയൂട്ടിന് ഇരുത്തിയിരിക്കുവാണ് എൻ്റെ മോളെ. അപ്പോൾ ഉണ്ണിയൂട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും ഇത് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ തോന്നുന്നു. അതായത് അമ്പലത്തിൽ 7 ദിവസം സപ്താഹത്തിനിടയിൽ 3-ാമത്തെ ദിവസം നടത്തുന്ന ഒരു ചടങ്ങാണ്. അതായത് നമ്മുടെ എല്ലാ ഉണ്ണികളെയും കൃഷ്ണനെ പോലെ സങ്കല്പിച്ച് അതായത് എല്ലാ സാധനങ്ങളും വെണ്ണ ഉൾപ്പെടെ നമ്മുടെ ഇലയിൽ വിളമ്പി നമ്മൾ ആ യജ്ഞശാലയിൽ ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ ഊട്ടി കൊടുക്കണം. അതാണ് ഉണ്ണിയൂട്ടെന്ന് പറയുന്നത്. അപ്പം എല്ലാ ഫുഡ് ഐറ്റംസും നമുക്ക് അവത്തിൽ വിളമ്പിത്തരും. മധുരവും ഉപ്പും പുളി, അങ്ങനെ നെയ്യും, അങ്ങനെ എല്ലാ സാധനങ്ങളും അതിൽ വിളമ്പിത്തരും. അത് കൊടുക്കണം നമ്മൾ വാവയ്ക്ക്. അപ്പം അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ പാട്ടൊക്കെ പാടിത്തരും. അപ്പോൾ യജ്ഞശാലയിൽ ഇരിക്കുന്ന ആചാര്യന്മാർ നമുക്ക് ഭജന ചൊല്ലിത്തരും. നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ വാവകൾക്ക് അത് കൃഷ്ണനെ പോലെ സങ്കല്പിച്ച് നമ്മൾ വാരി കൊടുക്കണം എന്നാണ് ഇത് നിയമം. അങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം ഞാനത് ചെയ്യുവാണ്. അപ്പം എൻ്റെ കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്. ഞാനും എൻ്റെ കുഞ്ഞും കൂടി ഉണ്ണിയൂട്ടിന് ഇരിക്കുവാണ്. അപ്പോൾ അവിടെ ഭജനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വോയിസ് ഓവർ ഞാൻ തരുന്നില്ല. കാരണം അവിടെ യജ്ഞശാലയിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ആ വോയിസിൽ കേൾക്കുന്നതായിരിക്കും നല്ലത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നമഃ ശിവായ. നന്ദഗോപൻ പവമിരുന്നു സുന്ദര കണ്ണൻ വന്നുദിച്ചു ഗോകുലത്തിൽ ജന്മനാളിന്ന് പൊന്നിൻ കുടത്തിൽ പാൽ കറന്ന് കണ്ണനു നൽകേണം നമ്മളിന്ന്. പൊന്നിൻ കുടത്തിൽ പാൽ കറന്ന് കണ്ണനു വന്നുദിച്ചു ഗോകുലത്തിൽ ജന്മനാളിൽ കല്യാണ കൃഷ്ണൻ പിറന്ന നാളേ നന്ദഗോപൻ വന്നുദിച്ചു ഗോകുലത്തിൽ ജന്മനാളേ.
പാട്ടുപാടണം നമ്മളിന്ന്, പാടിക്കളിക്കണം നമ്മളിന്ന്. വന്നുദിച്ചു ഗോകുലത്തിൽ ജന്മനാളെന്ന്, ജന്മനാളെന്ന്. കവമിരുന്ന സുന്ദര കണ്ണുകൾ വന്നുദിച്ചു ഗോകുലത്തിൽ ജന്മനാളെന്ന്. നമ പാർവതീപദേ ലക്ഷ്മീ നാരായണ നാരായണ കൃഷ്ണ കൃഷ്ണ മധുസൂദന കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. പാടുവായി ശ്രീവേലിക്കവിടും നടുഞ്ഞുരുങ്ങി തെക്കേ തിരുനടയിൽ വരുമ്പോ ശ്രീവേലിക്കവിടും നടുഞ്ഞുരുങ്ങി തെക്കേ തിരുനടയിൽ വരുമ്പോ. നമ്മുടെ ഉണ്ണിയൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാവയ്ക്ക് ഞാൻ അവിടെ ഇരുത്തി ഞാൻ ഉണ്ണിക്ക് വാരി കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് പിന്നെ ഞങ്ങൾ പ്രസാദ ഊട്ടൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് അമ്പലത്തിലൊക്കെ ഒന്ന് പ്രദർശനമൊക്കെ ചെയ്ത് ചുറ്റി കണ്ടിട്ടൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെ തൊട്ടടുത്ത് കായലൊക്കെ ഉണ്ടായിരുന്നു. കായലിൻ്റെ സൈഡിലുള്ളൊരു അമ്പലമായിരുന്നു. അപ്പോൾ ഇതാണ് ആചാര്യൻ, അമ്പലത്തിലെ സപ്താഹ ആചാര്യനാണിത്. അപ്പം അച്ഛൻ ഉണ്ണീനെ കൊണ്ടുപോയിട്ട് എല്ലാവരെയും കാല് തൊട്ട് തൊഴിച്ച് ദക്ഷിണയൊക്കെ കൊടുക്കുവാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ദക്ഷിണയൊക്കെ കൊടുത്ത് ഞങ്ങൾ കാലൊക്കെ തൊട്ട് തൊഴുത് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ അവൾ മേടിച്ച്. അപ്പം ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ എൻ്റെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് അത് വായിക്കാനായിട്ട്, ഭാഗവതം വായിക്കാനായിട്ടുള്ളൊരു ഭാഗ്യമുണ്ടായി. എൻ്റെ അച്ഛൻ്റെ മടിയിലിരുന്നിട്ട് എൻ്റെ അച്ഛനത് വായിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും കരച്ചിലൊക്കെ വന്നു. കാരണം ഇത്രയും നാൾക്കിടയിൽ എനിക്ക് പോലും ഉണ്ടായിട്ടില്ല ഇത്രയും ഭാഗ്യം. അപ്പം ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ നിന്നിട്ട് പോരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എവിടെ ചെന്നാലും അടങ്ങിയിരിക്കാത്ത എൻ്റെ കുട്ടി എന്ത് പറ്റിയെന്ന് അറിയില്ല, അച്ഛൻ്റെ മടിയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. സാധാരണ വീട്ടിലൊക്കെ ബുക്കും പേപ്പറൊക്കെ കിട്ടി എൻ്റെ കുഞ്ഞ് ബുക്കൊക്കെ വലിച്ച് കീറിയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അവിടെ കൃത്യമായിട്ട് അടങ്ങിയിരുന്ന് ആചാര്യം പറയുന്നതൊക്കെ കേട്ടിട്ട് എൻ്റെ അച്ഛൻ്റെ മടിയിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പം ആചാര്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. അപ്പം അതൊക്കെ നമുക്കൊന്ന് കേൾക്കാം. പരോഷ്ട്യാനുദാനിച്ച് ചിത്രഹായത്രയും സൽഗന്ധമേളങ്ങൽവി നിരന്തരം പുഷ്പളരാശികൾ കൊണ്ടു തൊടുത്ത് ഓരോ ശിപ്രസ്വലാദ്യങ്ങൾ തൂക്കി പ്രകരണയിലഷ്ടമംഗല്യവും ചേർത്തിയത് വികൃതം ഗോപുരദ്വാരെ ബഹിർദിശയോടെ ഗോപാലർ സാലധ്വജപതാകകളും ചേർത്ത് കളിച്ചു പുളച്ച മഹോത്സവ വാർത്തകളും ചേർത്തു പൂക്കളെയൊക്കെ വേറിച്ചു കഴുകി ഇടാക്കളെയും മതവായ്പഴും കാളകൾപ്പന്തയും കൂടവേ ഗോഷ്ടങ്ങൾ തോറും പൊടിച്ചുള്ള മഞ്ഞളും കൂട്ടി തിലരസം തേച്ചു തങ്ങളും പിന്നെ കുളിച്ചു ദിവ്യാംബരം വന്നവർ മോദം കലർന്നുടുത്തഞ്ച സമ്മേളനം മൗനികൾ കുഞ്ഞുങ്ങളുടെ കൂട്ടവും കുട്ടികളും രമ്യങ്ങളാക്കി ചമച്ചിളമ്പൂർ മുലപ്പൻ മുകളത്തിതയാന്തരേശ്വരം കുങ്കുമപങ്കമിഴുകി തെളിഞ്ഞയും പങ്കജ സന്മുഖിമാരവരേവരും പങ്കേരുഹാലയമാതോട് തുല്യരായി തൻ കൈകളിൽ കളിത്താമരപ്പൂവുകൾ കൈക്കൊണ്ട ജാലെ ഭ്രമിപ്പിച്ചു പോരുന്ന മൈക്കണ്ണിമാർ തങ്ങളുടെ ദാസികളാലെ ദുഗ്ധഗതി നവനീത കൃതങ്ങളെ പ്രത്യേകം
അമ്പിനോട് ധരിപ്പിച്ചോരോ പാത്രങ്ങൾ തോറും വഹിപ്പിച്ചുകൊണ്ടുടൻ അസ്തയാവനാർ അതികുതുകാശയ താർത്തയ്യൽ തൻ മണവാളനാം ബാലനെ നേത്രങ്ങളാൽ അണിഞ്ഞച്ചര്യ ചേതസ വായിത്തി വണങ്ങി പെരികനാൾ ഞങ്ങളെ കത്തുകൊള്ളുക. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞ് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ അമ്പലം എന്ന് പറയുന്ന അരൂര് കഴിഞ്ഞ് പൂച്ചാക്കൽ എത്തണ്ടെന്ന് തോന്നുന്നു. അതിന് മുമ്പായിട്ട് ഉള്ളൊരു ക്ഷേത്രമാണ് ചേലാട്ടു ഭാഗം അന്നപൂർണേശ്വരി ക്ഷേത്രം. പിന്നെ നമുക്ക് ഉണ്ണിയൂട്ടിൻ്റെ വഴിപാടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ബസ്സിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നേരെ ബസ് കിട്ടി. അപ്പം നേരെ വയറ്റിൽ ചെന്നിട്ട് വയറ്റിൽ നിന്ന് വേണം നമുക്ക് പോരാനായിട്ട്. അപ്പോൾ വയറ്റിൽ ചെന്നപ്പോൾ എന്തോ ഫയർ എഞ്ചിൻ്റെ ഇതൊക്കെ നടക്കണം. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തിട്ട് നേരെ ഞങ്ങൾ പോരുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ.